ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനുഷ് നായകനായി ധനുഷ് സംവിധാനം ചെയ്ത് ജൂലൈ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറുന്ന സിനിമയാണ് രായൻ. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 3 ദിവസം കൊണ്ട് 3,10,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 40 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി ചിത്രം നേടിയെടുത്തിരിക്കുന്നത് 3.5 കോടിയോളം രൂപയാണ്. ഏകദേശം 1.5 കോടി ബഡ്ജറ്റിലാണ് ഈ ചിത്രത്തിന്റെ കേരള തിയേറ്റർ റൈറ്റ്സ് ഗോകുലം മൂവീസ് സ്വന്തമാക്കിയത്. തമിഴ്നാട് കളക്ഷനായി ആദ്യ 3 ദിവസം 36,90,00,000 ഈ സിനിമ സ്വന്തമാക്കിയത്. കർണാടക കളക്ഷനായി 5,35,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 7 കോടി രൂപയും ഈ ചിത്രം 3 ദിവസം കൊണ്ട് നേടിയെടുത്തിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 1,50,00,000 രൂപയും GCC ഓവർസീസ് കളക്ഷനായി 22,75,00,000 രൂപയുമാണ് ഈ ചിത്രം 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത്. അങ്ങനെ രായൻ എന്ന ധനുഷ് ചിത്രത്തിന്റെ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 76,60,00,000 രൂപയാണ്. നേരത്തെ പുറത്തിറങ്ങിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രത്തിന്റെ 3 ദിവസത്തെ കളക്ഷൻ 75 കോടിക്ക് താഴെ മാത്രമായിരുന്നു. ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ സംബന്ധമായി ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നപ്പോൾ ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 76,60,00,000 രൂപയായി ഉയരുകയായിരുന്നു. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 82 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. 2024 ഏറ്റവും വലിയ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് 1000 കോടി ക്ലബ്ബ് പിന്നിട്ടിരിക്കുന്ന സിനിമയാണ് കൽക്കി 2898 AD. പ്രഭാസ് നായകനായി നാഗാർജുന സംവിധാനം ചെയ്ത് ജൂൺ 27 തിയേറ്ററിലെത്തിയ ഈ സിനിമ നിലവിൽ 1 മാസം പിന്നിട്ട്, അതായത് 33 ദിവസമാണ് ഇന്നലെ തിങ്കളാഴ്ചയോടെ പിന്നിട്ടത്. ചിത്രത്തിന്റെ കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള ആദ്യ 32 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 1025 കോടിയോളം രൂപയാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ 1100 കോടി പോസ്റ്റർ പുറത്തിറക്കിയെങ്കിലും ഇപ്പോഴും ചിത്രം 1100 കോടിയിലേക്കുള്ള പ്രയാണത്തിലാണ്. 33-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 6 കോടിയോളം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചിത്രം 33 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 1031 കോടി രൂപ നേടിയെടുക്കുന്നതാണ്. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് വിതരണം ഏറ്റെടുത്ത ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 31 കോടി രൂപയുമാണ്. വമ്പൻ ലാഭമാണ് ഈ സിനിമ ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസിന് നേടിക്കൊടുത്തിട്ടുള്ളത്. ആനന്ദ് തിവാരി സംവിധാനം ചെയ്ത് ജൂലൈ 19 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ബാഡ് ന്യൂസ്. ഈ സിനിമ ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുകയാണ്. വിക്കി കൗശൽ, അമ്മി വിർക്ക്, തൃപ്തി ധർമ്മി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ചിത്രത്തിന്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 10 ദിവസത്തെ ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 64,50,00,000 രൂപയാണ്. 10 ദിവസം കൊണ്ട് ഓവർസീസ് കളക്ഷനായി 30 കോടി രൂപയും ഈ സിനിമ സ്വന്തമാക്കി. അങ്ങനെ 10 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 94,50,00,000 രൂപയാണ്. മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ടിന്റെ ദേവദൂതൻ 4K റീമാസ്റ്റർ HD പതിപ്പായി തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം നിലവിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. 2000-ൽ തിയേറ്ററിലെത്തി വൻ പരാജയം ഏറ്റുവാങ്ങിയ ഈ സിനിമ അന്നത്തെ പരാജയം ഇപ്പോൾ നികത്തുന്ന രീതിയിലാണ് ഈ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട്. ചിത്രം വീക്കെൻഡ് കളക്ഷനായി, അതായത് വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ 3 ദിവസം കൊണ്ട് 1,25,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയും ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 25 ലക്ഷത്തിന് മുകളിലായിരുന്നു. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 1.5 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രം GCC ഓവർസീസ് കളക്ഷനായി 30 ലക്ഷത്തോളം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ 4 ദിവസം കൊണ്ട് 1,80,00,000 രൂപ ഈ ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുകയാണ്. ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമലാപോൾ എന്നിവർ അഭിനയിച്ച് അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്ത് ജൂലൈ 25 തിയേറ്ററിലെത്തിയ ലെവൽ ക്രോസ് എന്ന സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നതെങ്കിലും ചിത്രം നിലവിൽ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 90 ലക്ഷം രൂപ സ്വന്തമാക്കിയിരുന്നു. ഇന്നലെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 22 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 1,12,00,000 രൂപയാണ് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. ചിത്രത്തിന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1.5 കോടി രൂപ മാത്രമാണ്. പ്രമുഖ തിരക്കഥാകൃത്തായ SN സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സീക്രട്ട്. ധ്യാൻ ശ്രീനിവാസൻ, ജേക്കബ് ഗിവറി, അപർണ ദാസ്, രഞ്ജിത്ത്, രഞ്ജി പണിക്കർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. നിലവിൽ ഈ ചിത്രത്തിന്റെ 4 ദിവസത്തെ കേരള കളക്ഷൻ ഏകദേശം 31 ലക്ഷം രൂപ മാത്രമാണ്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയും പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. ജൂലൈ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമ മറിമായൻ ടീമിന്റെ പഞ്ചായത്ത് ജട്ടിയാണ്. മണികണ്ഠൻ പട്ടാമ്പി, സലിം ഹസൻ എന്നിവരാണ് ഈ ചിത്രത്തിന്റെ സംവിധായകർ. ഈ സിനിമയും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. ചിത്രം ആദ്യ 4 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി 35 ലക്ഷത്തിന് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ 7 സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.